ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാസിൽ പവർ ഔത്ത. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ് CBSEയിൽ നിന്നുള്ള ഹിസ്റ്ററിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ നമ്മൾ ആദ്യ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻട്രൊഡക്ഷനാണ്. അതായത് ഈ ചാപ്റ്ററിലെ പ്രധാന സംഭവത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിലോട്ട് കിടക്കാം. 14th July 1789 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. അതായത് ഫ്രഞ്ച് റെവല്യൂഷനെ തുടക്കം കുറിച്ച ദിനമെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. 14th July 1789. പാരീസ് വാസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് അലാം. ആ ഒരു ദിവസം പാരീസ് എന്ന് പറയുന്ന നഗരം വളരെയധികം ബഹളവും അല്ലെങ്കിൽ വളരെയധികം ഒച്ചപ്പാടുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു പാരീസിന്റെ തെരുവുകളിൽ അന്ന്. ഓക്കെ, അവരുടെ ഇടയിലോട്ട് അപ്പോൾ തന്നെ എന്തൊരു റൂമറും സ്പ്രെഡായി വരാനായിട്ട് തുടങ്ങി. അതായത് കിങ് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൊണാർക്ക് അദ്ദേഹത്തിന്റെ പട്ടാളക്കാരെ സിറ്റിയിലോട്ട് വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും അവരെന്ത് ചെയ്യും, നമ്മുടെ സിറ്റിസൺസിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ സാധ്യതയുണ്ട് എന്നൊരു റൂമർ അവരുടെ ഇടയിൽ സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി. ഇതിൽ പരിഭ്രാന്തരായ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരൊരു പീപ്പിൾസ് മിലീഷ്യ ഫോം ചെയ്തു. അതായത് സ്ത്രീകളും പുരുഷന്മാരുടെയും ഒരു കൂട്ടം, അതായത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധധാരികളായിട്ടുള്ള ഒരു കൂട്ടത്തിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, പീപ്പിൾസ് മിലീഷ്യ എന്ന് പറയും. അവർ നേരെ പോയത് എങ്ങോട്ടാന്ന് അറിയോ, ബാസ്റ്റിൽ പ്രിസൺ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ആൻഡ് കിൽഡ് ദ കമാൻഡർ ആൻഡ് റിലീസ്ഡ് ദ പ്രിസണേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ ബാസ്റ്റിൽ കോട്ട, എന്തുകൊണ്ടാണ് അവർ ബാസ്റ്റിൽ പ്രിസന്റെ നേരെ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജാവിന്റെ ഏകാധിപത്യ ഭരണത്തിന് അവരുടെ മുന്നിൽ നിന്നിരുന്ന ഒരു ചിഹ്നമായിട്ടാണ് അവർ എന്തിനെ കണ്ടിരുന്നത്, ഈ ബാസ്റ്റിൽ പ്രിസനെ കണ്ടത്. അതുകൊണ്ട് തന്നെ അതിന്റെ തകർച്ച എന്ന് പറയുന്നത് ഏകാധിപത്യത്തിന്റെയും കൂടി ഒരു തകർച്ച എന്നൊരു സിമ്പലായിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ഒരു 7 പ്രിസണേഴ്സ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അവരവരെ കമാൻഡറിനെ കൊന്നതിന് ശേഷം അവരെ റിലീസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി എന്തായാലും ഇതിന്റെ ഒരു കട്ടപ്പീസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സൊവനിയർ ആയിട്ട് കീപ്പ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് മാർക്കറ്റിൽ അത് സെയില് വരെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നൊരു സെക്ഷൻ കൂടി ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ബാസ്റ്റിൽ സ്റ്റുഡ് ഫോർ ദ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ബാസ്റ്റിൽ സ്റ്റുഡ് ഫോർ ദ ഡെസ്പോട്ടിക് പവർ ഓഫ് ദ കിങ് ആൻഡ് പീപ്പിൾ ഹേറ്റഡ് ഇറ്റ്. റൈഡിംഗ് സ്റ്റാർട്ടഡ് ഇൻ പാരീസ് ആൻഡ് കൺട്രി സൈഡ് അഗെയിൻസ്റ്റ് ദ ഹൈ പ്രൈസ് ഓഫ് ബ്രെഡ്. അതേപോലെ തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ഫുഡിന്റെ വിലവർധനക്കെതിരെ എന്ത് ചെയ്തു, അവിടെയും പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ദീസ് വർ ദ ബിഗിനിങ് ഓഫ് ദ ഇവന്റ്സ് ദാറ്റ് ഫൈനലി ലെഡ് ടു ദ എക്സിക്യൂഷൻ ഓഫ് കിങ് ഓഫ് ഫ്രാൻസ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഭാഗത്തിന്റെ ഒരു ചെറിയ സെക്ഷനാണ്. അതിൽ ഓരോ പോയിന്റുകളും എടുത്തു വെച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 14th July 1789 ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അവിടെ ജനങ്ങൾ എന്ത് ചെയ്തു, രാജാവ് പട്ടാളക്കാരെ വിടുമെന്നുള്ള ഒരു ഭീഷണിയിൽ അല്ലെങ്കിൽ ആ ഒരു റൂമർ സ്പ്രെഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് പീപ്പിൾസ് മിലീഷ്യ ഫോം ചെയ്യുകയും ഡെസ്പോട്ടിക് അല്ലെങ്കിൽ ഒരു ഓട്ടോക്രാറ്റിക് ഭരണത്തിന്റെ ചിഹ്നമായി നിലനിന്നിരുന്ന നമ്മുടെ ബാസ്റ്റിൽ പ്രിസൺ എന്ത് ചെയ്തു, അവര് തകർക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പാരീസിനും അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും പ്രൈസ് ഫുഡിന്റെ, അവരുടെ സ്റ്റേപ്പിൾ ആയിട്ടുള്ള അവരുടെ സ്ഥിരം കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ബ്രെഡാണ്, അതിന്റെ വില കൂടിയതിനെതിരെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഈ ഇവന്റ്സ് ഒക്കെയാണ് ഫൈനലി എന്തിലോട്ട് ലെഡ് ചെയ്തതെന്ന് പറയുന്നത്, നമ്മുടെ ഫ്രാൻസിലെ രാജാവിന്റെ എക്സിക്യൂഷനിലോട്ട് വഴിതെളിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സന്ദർഭങ്ങളിലേക്ക് വഴിതെളിച്ച കാര്യങ്ങളെയൊക്കെ പറ്റി നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഫ്രഞ്ച് സൊസൈറ്റി ഇൻ ദ 18th century, 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സൊസൈറ്റീനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ പറയാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് തന്നെ നമുക്ക് ഇവിടുത്തെ രാജാവിനെ പറ്റിയും അവിടുത്തെ അവസ്ഥകളെ പറ്റിയൊക്കെ ഒന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടതുണ്ട്. 1774 ലൂയി 16. ഓക്കെ, അപ്പോൾ 1774 ആര് ഭരണത്തിലോട്ട് വന്നു, ലൂയി 16 ഭരണത്തിലോട്ട് വരികയുണ്ടായി. ഈ ഫ്രാൻസിലെ ഈ രാജാക്കന്മാരുടെ ഫാമിലി അറിയപ്പെട്ടിരുന്ന പേരാണെന്ത്, ബർബോൺ ഫാമിലി എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കാറുള്ള ബിസ്ക്കറ്റ് ഇല്ലേ, ബർബോണിന്റെ ഉള്ളിൽ മറ്റേ ക്രീമൊക്കെ ഉണ്ടായിട്ടുള്ള, അപ്പോൾ അതിന്റെ പേരുള്ള ഫാമിലിയാണ് ബർബോൺ ഫാമിലി. ഓക്കെ, അപ്പോൾ 1774 ലൂയി 16 എന്ത് ചെയ്തു, അസെൻഡഡ് ടു ദ ത്രോൺ എന്ന് നമുക്ക് പറയാം. അദ്ദേഹം 20ാം വയസ്സിൽ തന്നെയാണോ കല്യാണം കഴിച്ചു, 20ാം വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് മേരി ആന്റോയിനിറ്റ എന്ന് പറയുന്ന ഓസ്ട്രിയൻ രാജകുമാരിയെയാണ് പുള്ളിക്കാരൻ വിവാഹം ചെയ്തത്. ഓക്കെ, അപ്പോൾ 1774 ലൂയി 16 അദ്ദേഹത്തിന്റെ ഫാമിലി, ഫ്രാൻസിലെ രാജാവാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് ബോർബോൺ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. മാരി ചെയ്തിട്ടുള്ള ഓസ്ട്രിയൻ പ്രിൻസസ് ആണ് മേരി ആന്റോണിയറ്റെ. ഇനി ഫ്രാൻസിലെ അവിടുത്തെ സാമ്പത്തിക അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ പറ്റി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്.
ലോങ് ഇയേഴ്സ് ഓഫ് വാർ. ഓക്കെ, അതായത് ബ്രിട്ടനാണ് ഇവരുടെ പ്രധാന ശത്രുവായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള യുദ്ധം. അതേപോലെ തന്നെ ഇവരുടെ എക്സ്ട്രാവാഗന്റ് ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള വേഴ്സൈൽസ് കൊട്ടാരം അല്ലെങ്കിൽ വേഴ്സൈൽസ് പാലസ് എന്ത് ചെയ്യണം, നവീകരിക്കുന്നതിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയും ചെലവ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ വേറെ ക്ലാസ്സിൽ SCERT 10th ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹിസ്റ്ററി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്കക്ക് ബ്രിട്ടന്റെ കോളനികളിൽ നിന്ന് അവിടുത്തെ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായിട്ട് ആര് സഹായിച്ചിട്ടുണ്ട്? ഫ്രാൻസ് സഹായിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കുറേ പൈസ ഇവര് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 റീസൺസ് വഴിയും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇങ്ങേര് ഭരണത്തിൽ കയറിയതിന് ശേഷം എന്ത് ചെയ്തു? ഡ്രെയിൻ ദ ട്രഷറി. അദ്ദേഹം കയറിയതിനും ആ ടൈം ഇവിടെ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ട്രഷറി ഡ്രെയിൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? വളരെ കൊല്ലങ്ങളായിട്ട് നീണ്ടു നിന്ന യുദ്ധം, ഇവരുടെ വേഴ്സൈൽസ് കൊട്ടാരം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ചെലവ്, ഫ്രാൻസ് അമേരിക്കനെ സഹായിച്ചത് എന്തിന്? അവരുടെ കോളനീസ് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായിട്ട് സഹായിച്ചത്. ഇതിനു വേണ്ടിയിട്ടുള്ള ചെലവുകൾക്കൊക്കെ ഫണ്ട് കൊടുക്കൽ വഴി ഇവരുടെ എന്ത് ചെയ്തു? ഖജനാവിൽ ഏകദേശം പൈസ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തി. ഓക്കെ, ഇനി ഇവര് ലോണൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? രാജാവും എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ വലിയ ആൾക്കാരുടെ ലെൻഡേഴ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പൈസ കടം വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്തിനാ? അതിന്മേല് ഇവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം വന്നു തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ട് ഒക്കെ തിരിച്ചടവ് വന്നു തുടങ്ങി. അപ്പോൾ കൂടുതൽ വരവിന്റെ, അതായത് ഖജനാവിലേക്കുള്ള വരവിന്റെ കൂടുതൽ പൈസയും ഈ പറഞ്ഞ ലെൻഡേഴ്സിനുള്ള ഇൻട്രസ്റ്റ് മണിയായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വന്നു. സോ ഫോർ മീറ്റിംഗ് റെഗുലർ എക്സ്പെൻസസ്, അതായത് കൊട്ടാരം നടത്തിപ്പിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ആർമി, അതേപോലെ തന്നെ നമ്മളുടെ വേറെ യൂണിവേഴ്സിറ്റീസ്, അവിടുത്തെ കോർട്ട്, ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിന് ചെലവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഖജനാവിൽ പൈസയില്ല, വരുന്നതിന്റെ കൂടുതൽ എമൗണ്ടും എന്തിലോട്ട് പോകേണ്ടതുണ്ട്? ഈ ലെൻഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പോകേണ്ടതുണ്ട്. എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി രാജാവ് എന്ത് ചെയ്തു? സ്റ്റേറ്റ് ഇൻക്രീസ്ഡ് ടാക്സസ് അവിടെ ഇൻക്രീസ് ചെയ്തു. ഇനി ഈ പറഞ്ഞ നമ്മുടെ ഇതിന്റെ ഹെഡിങ് പോലെ 18ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരുടെ ഡിവിഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാരുടെ അവിടുത്തെ കിടപ്പെന്നുള്ളത് നോക്കാം. നമുക്ക് അവിടുത്തെ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള അവസ്ഥയൊന്നും നമുക്ക് നിരീക്ഷിക്കാം. ഓക്കെ, 3 ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ എസ്റ്റേറ്റ്സ് എന്നാണ് അവരെ പറയുന്നത്. 3 ഭാഗമായിട്ടാണ് അന്ന് ഫ്രഞ്ച് സൊസൈറ്റിയെ തരംതിരിച്ചിരുന്നത്. ഓക്കെ, ഒന്നാമത്തെയാണ് ക്ലർജി എന്ന് പറയുന്നു, രണ്ടാമത്തെയാണ് നെബുലിറ്റി എന്ന് പറയുന്നത്, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കുറെ ആൾക്കാരുണ്ട്. അതിലെ ടോപ്പായിട്ടുള്ള ആൾക്കാരാണ് ബിസിനസ്മാൻ, മെർച്ചൻസ്, കോർട്ട് ഒഫീഷ്യൽസ്, ലോയേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഇടയിൽ പെസൻസ് ആൻഡ് ആർട്ടിസൻസ്. ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത്? നമ്മളുടെ ചെറിയ കൃഷിക്കാർ, അതേപോലെ സ്ഥലമില്ലാത്ത ആൾക്കാർ, സെർവൻസ് ഒക്കെ അവിടെ വരുന്നത്. ഓക്കെ, ക്ലർജി എന്ന് പറയുന്നത് നമ്മളുടെ ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടീംസ് ആണ് ആര്? ക്ലർജി എന്ന് അറിയപ്പെടുന്നത്. നൊബിലിറ്റി എന്ന് പറയുന്ന വലിയ ഓണേഴ്സ് ആണ്, അതായത് നമ്മളുടെ പ്രഭുക്കന്മാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ മെയിൻ ഓഫീസുകളിലെ ഹെഡുകളായിട്ട് നിന്നതും കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഓൺ ചെയ്തിരിക്കുന്നതും ഒക്കെ ക്ലർജി നൊബിലിറ്റി ടീംസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിനെ പറ്റിയുള്ള കാര്യങ്ങളിലായിട്ട് നോക്കാം. ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ 2 എസ്റ്റേറ്റ്. അത് നമ്മൾ പറഞ്ഞു, 3 എസ്റ്റേറ്റുകളായിട്ടാണ്. ഒന്നാമത്തെയാണ് ക്ലർജി, രണ്ടാമത്തെ നൊബിലിറ്റി, മൂന്നാമത്തെ സ്റ്റേറ്റിലാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അതിൽ തന്നെ ബിഗ് മെർച്ചൻസ് വരുന്നുണ്ട്, ലാൻഡ്ലെസ് ആയിട്ടുള്ള ലേബേഴ്സും പെടുന്നുണ്ട്. ഓക്കെ, ഇനി മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഓൺലി പെയ്ഡ് ടാക്സസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നുണ്ട്, ഈ 3 എസ്റ്റേറ്റ് ആയിട്ട് തരംതിരിച്ചെങ്കിലും 3ാമത്തെ എസ്റ്റേറ്റിലുള്ളവർ മാത്രമാണ് എന്ത് ചെയ്തത്? ടാക്സ് അടച്ചിരുന്നുള്ളൂ എന്നൊരു കാര്യമാണ്. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ 3 പേരുണ്ടായിട്ടും ടാക്സ് ഭാരം 3ാമത്തെ എസ്റ്റേറ്റിൽ മാത്രമായിരുന്നു. ഇനി ഇവിടെ നമ്മൾ ഈ ടെക്സ്റ്റിൽ പലയിടത്തും ഓൾഡ് റെജീം എന്ന് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഈ 1789 മുമ്പ് ഉണ്ടായിരുന്ന സാമൂഹിക അവസ്ഥയെ നമ്മൾ റെഫർ ചെയ്യുന്നതാണ് എന്ത്? ഓൾഡ് റെജീം എന്ന് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി പെസൻസ് ആയിരുന്നു 90% ഓഫ് ദ പോപ്പുലേഷൻ, ബട്ട് ഓൺലി ഫ്യൂ ഓൺഡ് ദ ലാൻഡ്. ഈ പോപ്പുലേഷന്റെ 90% ആരായിരുന്നു? പെസൻസ് ആയിരുന്നു. പക്ഷെ അവർക്ക് ലാൻഡ് ഓൺ ചെയ്യുന്നവർ അതിൽ വളരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ക്ലർജി ആൻഡ് നൊബിലിറ്റി എൻജോയ്ഡ് സർട്ടൻ റൈറ്റ്സ് ബൈ ബർത്ത് ആൻഡ് ഓൺഡ് മോസ്റ്റ് ഓഫ് ദ ലാൻഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ക്ലർജിയും നൊബിലിറ്റിയുമാണ് കൂടുതൽ സ്ഥലങ്ങൾ ഹോൾഡ് ചെയ്തിരുന്നത്. ഇനി അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജന്മനാ കിട്ടുന്ന റൈറ്റ്, അതായത് അവര് ജനിക്കുന്ന കുലത്തിന്റെ ബേസിസിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി കുറെ റൈറ്റ് കിട്ടുന്നു. അതേപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഹോൾഡ് ചെയ്തിരുന്ന ആരായിരുന്നു? ഈ പറയുന്ന ക്ലർജി ആൻഡ് നൊബിലിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യേണ്ട വന്നിട്ടില്ല? എക്സെപ്റ്റഡ് ഫ്രം പേയിങ് ടാക്സ് ആൻഡ് നോബിൾസ് ഹാഡ് ഫ്യൂഡൽ പ്രിവിലേജസ്. അതായത് ഈ പ്രഭുക്കന്മാരുടെ കീഴിൽ എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു? പെസൻസിന് പണിയെടുക്കേണ്ടി വരുമായിരുന്നു. അവരുടെ ഈ പറഞ്ഞ
മാനൂറിലും അവരുടെ ഈ പറമ്പുകളിലും ഇതിലൊക്കെ ഈ പറഞ്ഞ പെർസൻസിനൊക്കെ പണിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഫ്യൂഡൽ പ്രിവിലേജസ്. അതായത് ഈ ഫ്യൂഡൽ ലോഡ്സിന് വരെ എന്ത് കൊടുക്കേണ്ട വരാറുണ്ട്, ചിലപ്പോൾ ടാക്സ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടും വരാറുണ്ട്. അതാണ് ആ നൊബിലിറ്റികൾക്കുള്ള ഫ്യൂഡൽ പ്രിവിലേജസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ചർച്ചിന് കൊടുത്തിരുന്ന ടാക്സിനെയാണ് എന്തറിയപ്പെട്ടിരുന്നത്, ടിത്തെ എന്ന് അറിയപ്പെട്ടിരുന്നത്. അതായത് ഇവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിന്റെ ഒരു 1/10 ഭാഗം ആർക്ക് കൊടുക്കണമായിരുന്നു, ചർച്ചിന് കൊടുക്കണമായിരുന്നു. ഇതിനറിയപ്പെടുന്നതാണ് ടിത്തെ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മളുടെ ഭരണകൂടത്തിന്, സ്റ്റേറ്റിന് കൊടുത്തിരുന്ന ടാക്സ് ആണ് തൈലെ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ടിത്തെ എന്ന് പറയുന്നത് ചർച്ചിന് കൊടുക്കുന്നതും തൈലെ എന്ന് പറയുന്നത് ടാക്സിന് നമ്മളുടെ സ്റ്റേറ്റ് ഭരണകൂടത്തിന് രാജാവിന് കൊടുക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ വേറെ ഇഷ്ടം പോലെ ടാക്സസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത് 3 തട്ടുകളായിട്ടാണ് തരംതിരിച്ചിരുന്നത്. അവരെ നമുക്ക് എസ്റ്റേറ്റ്സ് എന്ന് പറയാം, ക്ലർജി, നൊബിലിറ്റി ആൻഡ് പെസൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ കൊണ്ട് പറ്റും. പെസൻസ് മാത്രമല്ല, ബിഗ് മെർച്ചൻസ് ഉണ്ട്, ബിസിനസ്മാൻമാരുണ്ട്, ലോയേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇനി തേർഡ് എസ്റ്റേറ്റ് മാത്രമായിരുന്നു ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്ലർജി നൊബിലിറ്റിക്കും ജന്മനാ തന്നെ കുറെ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങളും അവരാണ് ഓൺ ചെയ്തത്. നമ്മളിവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, 90% യുവതി പോപ്പുലേഷന്റെ പെസൻസ് ആയിരുന്നിട്ടും കുറച്ച് പേര് മാത്രമാണ് സ്ഥലം ഓൺ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ ക്ലർജി നൊബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ റീസൺ പറഞ്ഞു. അതായത് ലൂയി 16 ഭരണത്തിൽ വന്ന് ആ ടൈമൊക്കെ ആയപ്പോഴും എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഖജനാവിൽ കാശില്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായി. അതിന് കാരണമെന്ന് പറയുന്നത് ലോങ് ഇയേഴ്സ് ആയി നടന്നു വരുന്ന വാറ്, ഇമ്മൻസ് ആയിട്ടുള്ള ഒരു കൊട്ടാരം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ചെലവ്, ഫ്രാൻസ് അമേരിക്കനെ അവിടെ സ്വാതന്ത്ര്യം നേടി കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ച കാശ്, ഇത്രയൊക്കെയാണ് അവിടെ ഇവരുടെ ഒരു ഖജനാവ് എംപ്റ്റി ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വഴിതിരിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് അവിടെ ബോർബോൺ ഫാമിലിയെ പറ്റി പറഞ്ഞു. ലൂയി 16 1774 ഭരണത്തിൽ നേടുന്നു. അങ്ങയുടെ വൈഫാണ് മേരി ആന്റോണിയറ്റെ, ഓസ്ട്രിയൻ വംശജ എന്നുള്ളത് കൂടിയും ഓർത്തിരിക്കാം. അടുത്ത ഇനി നമ്മളുടെ അവസ്ഥകൾ വേറെ കാര്യങ്ങളെയൊക്കെ പറ്റിയാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഇനി ഇവിടുത്തെ പോപ്പുലേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ 1715 to 1789 ആയപ്പോൾ കൂടി ഒരു 5 മില്യണോളം, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, അപ്പോൾ ഒരു 5 മില്യണോളം റൈസ് നമുക്ക് ഇവിടെ കാണാം. അതായത് ഇങ്ങനെ പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ഫോർ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ഫോർ ഫുഡ് ഗ്രെയിൻസും എന്ത് ചെയ്യുന്നു, അവിടെ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. എന്നാൽ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ആൻഡ് ഡിമാൻഡ് കുഡ് നോട്ട് പീസ് വിത്ത് ഈച്ച് അതർ. അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു, പക്ഷെ ഡിമാൻഡ് ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ എന്ത് ചെയ്തിരുന്നില്ല, കൂടിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ബ്രെഡിന്റെ പൈസ, അല്ലെങ്കിൽ ബ്രെഡ് എന്ന് ഇവിടെ പറയുന്നത് അവരുടെ സ്റ്റേപ്പിൾ ആയിട്ടുള്ള ഫുഡാണ് ബ്രെഡ്, അവരുടെ ഫുഡ് ഐറ്റത്തിന് എന്ത് ചെയ്യുന്നു, പൈസ കൂടുന്നു. മോസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ്, ആ ടൈമിലെ മോസ്റ്റ് ഓഫ് ദ വർക്കേഴ്സിനും എന്താണ്, ഫിക്സഡ് ചാർജസ് ആണ്. അവർക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പൈസയാണ് ശമ്പളമായിട്ട് കിട്ടുക. പക്ഷെ ഇങ്ങനെ ഈ ഒരു റൈസ് ഉണ്ടായപ്പോഴും അവരുടെ ശമ്പളം എന്ത് ചെയ്തില്ല, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യില്ല, കൂടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്, സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന് പറയുന്നത്. അതായത് നിലനിൽക്കാനുള്ള അവസ്ഥ ഇല്ലാതിരിക്കുന്നത്. അതായത് ഒരു ദിവസം നമുക്ക് ഫുഡ് കഴിച്ച് ജീവനെ നിലനിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്, അത് ഇല്ലാതെ വരുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് സബ്സിസ്റ്റൻസ് ക്രൈസിസ് അവിടെ അടിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നോർമലി ഈ പറയുന്ന പോപ്പുലേഷൻ കൂടുന്നു, ഡിമാൻഡ് ഫോർ ഫുഡ് ഗ്രെയിൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇത് കൂടാതെ വല്ല ഡ്രൗട്ടോ അല്ലെങ്കിൽ മഞ്ഞോ ബാധിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വല്ല അസുഖങ്ങൾ ഇതൊക്കെ പകരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഈ പറയുന്ന സബ്സിസ്റ്റൻസ് ക്രൈസിസ് അവിടെ വരുമെന്നാണ് പറയുന്നത്. ഇനി 18th സെഞ്ചുറി ന്യൂ സോഷ്യൽ ക്ലാസ് എമേർജ്ഡ്. അപ്പോൾ മുമ്പ് കാലഘട്ടത്തിൽ ഇതേപോലെ ടാക്സ് ഒക്കെ റേസ് ചെയ്യുമ്പോൾ ആൾക്കാർ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിനെ കോർഡിനേറ്റ് ചെയ്തൊരു വിജയത്തിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു 18ാം നൂറ്റാണ്ടിന്റെ ഈ ഒരു കാലഘട്ടത്തിലാണ് പുതിയൊരു ക്ലാസ് അവിടെ ജനനം എടുക്കുന്നത്. അതാണ് നമ്മളുടെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. മിഡിൽ ക്ലാസ്, അവര് മിഡിൽ ക്ലാസ്സിലുള്ള മിക്ക ആൾക്കാരും അത്യാവശ്യം വെൽത്ത് ഏൺ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഓവർസീസ് ട്രേഡ്, അതായത് കടൽ കടന്നുള്ള കച്ചവടം, എക്സ്പോർട്ട് ഓഫ് സിൽക്ക്, അതേപോലെ കോട്ടൺ, അതായത് റിച്ചർ ബ്രാക്കറ്റ് ഓഫ് ദ സൊസൈറ്റി പർച്ചേസ് ചെയ്തിരുന്ന സാധനങ്ങൾ വിറ്റ് അത്യാവശ്യം വെൽത്ത് ഒക്കെ ഏൺ ചെയ്തിട്ടുള്ള ടീമാണ് ആര്, പുതിയതായി റേസ് ചെയ്ത് വന്ന ഈ മിഡിൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അപ്പാർട്ട് ഫ്രം മെർച്ചൻസ് ഇത് ഓൾസോ കൺസിസ്റ്റ് എന്തുണ്ട്, ലോയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒഫീഷ്യൽസ്, വലിയ വലിയ ഓഫീസുകളിലെ വർക്കേഴ്സ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ മിഡിൽ ക്ലാസ്സിൽ കച്ചവടക്കാർ മാത്രമല്ല, അതേപോലെ വക്കീലന്മാരുണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ടായിരുന്നു.
ഇനി മിഡിൽ ക്ലാസ്സുകാർ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. ആൻഡ് അവരെന്തിനെതിരായിരുന്നു? പ്രിവിലേജസ് ബൈ ബർത്ത് എന്ന് പറയുന്നത് ജന്മന ഉള്ള അവകാശങ്ങൾ കിട്ടുന്നതിന് അവർ എതിരായിരുന്നു. അവരെന്തിനു വേണ്ടി അഡ്വക്കേറ്റ് ചെയ്ത്? സോഷ്യൽ പൊസിഷൻ തീരുമാനിക്കേണ്ടത് അവനവന്റെ മെറിറ്റിന്റെ പേരിലാണ്, അവനവന്റെ നേടിയെടുക്കുന്ന കഴിവിന്റെ പേരിലായിരിക്കണം അവനവന്റെ സ്റ്റാറ്റസ് നിർണ്ണയിക്കേണ്ടത് എന്നുള്ളതായിരുന്നു അവർ അഡ്വക്കേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, നമ്മുടെ ഈ തേർഡ് ക്ലാസ്, നമ്മുടെ ഈ തേർഡ് എസ്റ്റേറ്റിൽ നിന്നുള്ള എഡ്യൂക്കേഷനൊക്കെ കിട്ടി ഇതേപോലെ ഓവർസീസ് ട്രേഡ് ഒക്കെ ചെയ്ത് വന്ന് പൊങ്ങി വന്ന ടീംസ് ആണ് ഈ പറയുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ടീംസ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഈ ഒരു ടൈമിലാണ് ഇവിടുത്തെ ഉണ്ടായിരുന്ന കുറച്ച് ഫിലോസഫേഴ്സിന്റെ ഐഡിയാസ് ഒക്കെ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് റൂസോ എന്ന് പറയുന്ന നമ്മുടെ ജീൻ ജാക്വസ് റൂസോ, അതേപോലെ ജോൺ ലോക്കെ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഫിലോസഫേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു കാലഘട്ടത്തിൽ ഇവരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്? അവിടെ റിവല്യൂഷനൊക്കെ വഴിതെളിച്ചത്. ഓക്കെ, ഇതിൽ ഫേമസ് ആയിട്ടുള്ള അവരുടെ കുറച്ച് പുസ്തകങ്ങളുണ്ട്. 2 Treatises of Government, ലോക്കയുടെ ഒരു പുസ്തകമാണ് 2 Treatises of Government എന്ന് പറയുന്നത്. അതിൽ കൂടെ ലോക്കെ എന്ന് പറയുന്നത് refuted the divine and absolute right of monarch എന്ന് പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ നമ്മൾ ഈ മുഗൾ ഭരണം അല്ലെങ്കിൽ സുൽത്താനേറ്റ് കാലമൊക്കെ എടുത്താലും തന്നെ രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. അതിനെ പുള്ളിക്കാരൻ എതിർത്തു. അതാണ് റെഫ്യൂട്ടഡ് ദ ഡിവൈൻ അതോറിറ്റി ഓഫ് ദ കിങ് എന്ന് പറയുന്നത്. അതേപോലെ അബ്സല്യൂട്ട് റൈറ്റ്, പുള്ളിയുടെ ഏകാധിപതിയായിട്ടുള്ള പുള്ളിയുടെ ഏകാധികാരത്തെയും പുള്ളിക്കാരൻ എന്ത് ചെയ്തു? എതിർത്തു എന്നോടെ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി റൂസോയുടെ ഒരു ഫേമസ് ബുക്കാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതേപോലെ സ്പിരിറ്റ് ഓഫ് ലോസ്, നമ്മളുടെ അതിൽ കൂടെ സ്പിരിറ്റ് ഓഫ് ലോസ് നമ്മുടെ മോണ്ടസ്ക്യൂവിന്റെ പുസ്തകമാണ് കേട്ടോ. ജോൺ ലോക്കെ, റോസോ, ഇവിടെ മോണ്ടസ്ക്യൂ എന്ന് പറഞ്ഞ ഒരാളും കൂടിയുണ്ട്. മോണ്ടസ്ക്യൂവിന്റെ പുസ്തകമാണ് ഇത് സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. അതിൽ കൂടെ അദ്ദേഹം എന്ത് ചെയ്തു? ഭരണത്തിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ്, നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാർ, ജുഡീഷ്യറി, നിയമവ്യവസ്ഥ, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭരണത്തിനെ അധികാര വികേന്ദ്രീകരണം നടത്തണം എന്ന് പറഞ്ഞ ആളാണ് ആര്? മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകമായ സ്പിരിറ്റ് ഓഫ് ലോസിൽ കൂടെ കേട്ടോ. ഇനി ഇത് വാസ് ഇൻ അമേരിക്ക എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലാണ് ഈ പറഞ്ഞ കോളനീസ് സ്വാതന്ത്ര്യം നേടിക്കഴിയുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൂടെ അമേരിക്കയിൽ ഉള്ളതുപോലെ ഇവിടെയും അങ്ങനെ വന്നം എന്നുള്ളൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇനി അത് ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാരണ്ടി ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് മെനി ഫ്രഞ്ച് തിങ്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷനിൽ നമ്മൾ ഫ്രഞ്ച് സൊസൈറ്റിയിൽ പോപ്പുലേഷൻ ആ ടൈമിൽ ഇൻക്രീസ് ചെയ്ത ടൈമിൽ എന്ത് ചെയ്യുന്നില്ല? ഫുഡ് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇത് ഓട്ടോമാറ്റിക്കലി പ്രൈസ് അവിടെ റൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നു. വർക്കേഴ്സിന് മിക്കവാറും ഫിക്സഡ് ആയിട്ടുള്ള വേജസ് ആണ്. അത് പലപ്പോഴും നിലനിൽക്കാനുള്ള ആ ഒരു അവസ്ഥ പോലും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വഴിതെളിച്ചു. അതിനാണ് സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്നറിയപ്പെടുന്നത്. പുതിയൊരു സൊസൈറ്റിയോട് വരികയാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. തേർഡ് എസ്റ്റേറ്റിൽ നിന്നുള്ള വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഓവർസീസ് ട്രേഡ് വഴിയും അതേപോലെ തന്നെ ലോയേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ്, ഇവരൊക്കെയാണ് ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. അവരെന്തിനെ എതിർത്തു? നമ്മളുടെ പ്രിവിലേജസ് ബൈ ബർത്തിനെ എതിർക്കുകയും സോഷ്യൽ പൊസിഷൻ മെറിറ്റിന്റെ ബേസിസിൽ കൊടുക്കണമെന്നവർ അതിശക്തമായി അഡ്വക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഐഡിയാസ് ഓഫ് ഫിലോസഫേഴ്സ് റോസോ, മോണ്ടസ്ക്യൂ, ജോൺ ലോക്കെ അവരെ വളരെയധികം സ്വാധീനിച്ചു. അതിലെ ഓരോരുത്തരുടെ പുസ്തകമാണ് നമ്മൾ പറഞ്ഞത്. 2 Treatises of Government ബൈ ലോക്കെ, സോഷ്യൽ കോൺട്രാക്ട് ബൈ റോസോ, സ്പിരിറ്റ് ഓഫ് ലോസ് ബൈ മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് എന്തായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഔട്ട് ബ്രേക്ക് ഓഫ് റെവല്യൂഷൻ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എങ്ങനെയാണ് റെവല്യൂഷൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയതെന്ന് നമുക്ക് നോക്കാം. ഓൾഡ് റെജീം ഓഫ് ഫ്രാൻസ്, കിങ് അലോൺ ഡിഡ് നോട്ട് ഹാവ് ദ പവർ ടു ഇമ്പോസ് ടാക്സ് അലോൺ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതായത് എംപ്റ്റി ആയ ഒരു ട്രഷറി എത്തി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ വഴിയുള്ളൂ? പുള്ളിക്ക് ടാക്സ് ഇൻക്രീസ് ചെയ്യുക മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഏക വഴിയാണ്. അപ്പോൾ ഈ ഓൾഡ് റെജീം 1789 മുമ്പുള്ള അവസ്ഥയാണ്, അല്ലെങ്കിൽ 1789 വരെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ടൈമിൽ കിങ്ങിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന നിയമനിർമ്മാണ ഒരു സഭ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലുള്ള ഒരു സംഭവമായിരുന്നു എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന സംഭവം. അതായത് ഈ 3 എസ്റ്റേറ്റിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സിനെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ത്? എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് പുതിയ ടാക്സിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽസ് അവതരിപ്പിക്കുന്നതും പാസ്സാക്കുന്നതും ഒക്കെയുള്ള സംഭവമാണ് എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്. കേട്ടോ, എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബോഡിയാണ് കൺസിസ്റ്റിംഗ് 3 estates ആൻഡ് ദെയർ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി കിങ് ഡിസൈഡ്സ്, പക്ഷേ ഇത് എപ്പോൾ വിളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? കിങ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ്. നമ്മൾ വിചാരിക്കാം ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും പരിപാടിയൊക്കെ നടക്കുന്നതാണ്. പക്ഷേ
ഇത് കിങ്ങിന് മാത്രമാണ് എപ്പോൾ വിളിക്കണം എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ ഒരു കണ്ടോ ലാസ്റ്റ് ഈ 1789 മുമ്പ് വിളിച്ചത് എപ്പോഴാന്ന് നോക്കി 1640 അവസാനമായിട്ട് വിളിച്ചത്, 1614. അപ്പോൾ പുള്ളിക്കാരൻ പിന്നീട് 5 മെയ് 1789 എന്ത് ചെയ്യുന്നു, ലൂയി 16 ഈ എസ്റ്റേറ്റ് ജനറൽ വിളിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വേഴ്സൈൽസ് കൊട്ടാരത്തിന്റെ അടുത്തുള്ളൊരു വലിയ ഹാളിലാണ് ഈ സംഭവം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് സെൻഡ് 300 റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ് സെൻഡ് എന്താണ് ഒരു 600ഓളം റെപ്രസെന്റേറ്റീവ്സിനെ സെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇവിടെ നമ്മളുടെ പെസൻസിനോ അതേപോലെ തന്നെ ആർട്ടിസൻസിനോ വുമൻസിനോ എന്തുണ്ടായിരുന്നില്ല, പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നും കൂടിയും. അപ്പൊ അതൊരു എന്താണ്, പെസൻസിനും ആർട്ടിസൻസിനും വുമൻസിനും ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല അസംബ്ലിയിലോട്ട്. ഇനി കൺസെപ്റ്റ് നോക്കി, ഈച്ച് എസ്റ്റേറ്റ് ഹാഡ് 1 വോട്ട്, ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ട് എന്നുള്ള കൺസെപ്റ്റാണ്. ഓട്ടോമാറ്റിക്കലി നോക്കി ക്ലർജിയും നോബിലിറ്റിയും അവരെപ്പോഴും ഒരുമിച്ച് നിൽക്കും. അപ്പൊ ഏത് നിയമം കൊണ്ടുവന്നാലും പുഷ്പം പോലെ അവിടെ എന്ത് ചെയ്യും, പാസ്സാക്കി പോരാൻ പറ്റും. കാരണം ബാക്കിയുള്ള ഓരോ ആൾക്കാർ എതിർത്താലും 2-1 വോട്ട് ഇതിൽ എന്ത് ചെയ്യും, അവര് ജയിക്കും. പക്ഷെ ഇത്തവണ വന്നപ്പോൾ എന്ത് ചെയ്തു, തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞു ഇവിടെ ഉള്ള ഓരോരുത്തർക്കും ഒരു വോട്ട് എന്നുള്ള സെറ്റപ്പാണ് വേണ്ടത്, അല്ലാതെ സിംഗിൾ വോട്ട് എന്നുള്ള സംഭവത്തിന് ഞങ്ങൾ എതിർക്കുകയാണെന്ന് അവരെന്ത് ചെയ്തു പറഞ്ഞു. ഇതെന്ത് ചെയ്തു, രാജാവ് എതിർത്തു. ഇത് എന്ത് ചെയ്തു, മൂന്നാമത്തെ സ്റ്റേറ്റ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് അവരവിടെ നിന്ന് വാക്കൗട്ട് നടത്തി. രാജാവിന്റെ ഈ ഒരു തീരുമാനത്തിൽ പ്രതിഷേധം കാണിച്ചുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇനി റെപ്രസെന്റേറ്റീവ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു, ഹോൾ ഓഫ് ദ ഫ്രാൻസ്, അതായത് ഫ്രാൻസിന് മൊത്തമായിട്ടുള്ള ഒരു സ്പോക്ക് പേഴ്സൺ ആയിട്ട് തേർഡ് എസ്റ്റേറ്റുകാർ അവർ പറഞ്ഞു ഞങ്ങളാണ് ഫ്രാൻസിന് വേണ്ടിയിട്ടുള്ള സ്പോക്ക് പേഴ്സൺ എന്നുള്ള രീതിയിൽ അവർ അവിടെ റെപ്രസെന്റ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് വാക്കൗട്ട് നടത്തിയ ശേഷം gathered in the hall of a tennis court in Versailles 20th June 1789. അപ്പോൾ അതിനുശേഷം അവരെന്ത് ചെയ്തു, അവിടെ ഉള്ള ഒരു വേഴ്സൈൽസിൽ തന്നെയുള്ള ഒരു ടെന്നീസ് കോർട്ട് ഇതിൽ വന്നിട്ട് 20th June 1789 ഒരു ഒത്തുകൂടിയാണ്. എന്നിട്ട് അവർ ഡിക്ലെയർ ചെയ്തു നമ്മളാണ് ഇനി ഇവിടുത്തെ നാഷണൽ അസംബ്ലി, അതായത് നിയമനിർമ്മാണ സഭ, പുതിയൊരു നിയമനിർമ്മാണ സഭ നമ്മളാണ് നാഷണൽ അസംബ്ലി എന്ന് പേരിടുകയും ചെയ്തു. എന്നിട്ട് ഫ്രാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യും. ഇത് പ്രിപ്പയർ ചെയ്ത് കഴിയാതെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല എന്നൊരു ഡീലും അവർ വെച്ചു. ഇതിനെയാണ് എന്തറിയപ്പെടുന്നത്, ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് അറിയപ്പെടുന്നത്. അതായത് വാക്കൗട്ട് നടത്തിയ തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ മൊത്തം ഫ്രാൻസിന്റെ സ്പോക്ക് പേഴ്സൺ ആയിട്ട് ആ ഒരു ഇത് എടുക്കുകയും ശേഷം അവരെന്ത് ചെയ്തു, വേഴ്സൈൽസിലുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ വന്ന് ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ ഇവിടെ നിന്ന് പോവുകയില്ല എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഇതിനെയാണ് എന്തറിയപ്പെടുന്നത്, ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് അറിയപ്പെടുന്നത്. ഇവർ ലീഡ് ചെയ്ത ആൾക്കാരാണ് മിരാബായ് ആൻഡ് അബ്ബേ സിയസ് എന്ന് പറയുന്ന ആൾക്കാർ. മിരാബായ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു നോബൽ ഫാമിലിയിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഈ ഒരു സിസ്റ്റത്തിന് എതിരായിരുന്നു. അതേപോലെ തന്നെ അബ്ബേ സിയസും ഇതേപോലെ ഇതിനെതിർത്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഇനി ഡ്യൂറിങ് ദിസ് ടൈം ഫ്രാൻസ് വാസ് ഹിറ്റ് ബൈ എ ബാഡ് ഹാർവെസ്റ്റ് ഡ്യൂ ടു സിവിയർ വിൻഡർ. അപ്പൊ ഈ ഒരു അവിടെ അവർ ആ സംഭവം നടക്കുന്ന അതേ സിറ്റുവേഷനിൽ ഫ്രാൻസിൽ ഒരു ബാഡ് ഹാർവെസ്റ്റ് ആയിരുന്നു. സിവിയർ വിന്റർ വന്നതോടുകൂടി ഹാർവെസ്റ്റ് അത്ര നല്ലതായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നു, പ്രൈസ് ഓഫ് ബ്രെഡ് എന്ത് ചെയ്തു, റൈസ് ചെയ്തു. ഈ അവസരം മുതലെടുക്കാൻ പല ആൾക്കാരും, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കോവിഡ് വന്ന സന്ദർഭത്തിൽ ചിലയിടത്തൊക്കെ അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, സാധനങ്ങളൊക്കെ പൂർത്തി വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, റേറ്റ് കൂട്ടി വിൽക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്താറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അവിടെ ഉള്ളൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ആ അവസരം മുതലെടുക്കാനായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്തു, എക്സ്പ്ലോയിറ്റഡ് ദ സിറ്റുവേഷൻ ആൻഡ് ഹോൾഡ് ദ സപ്ലൈസ് എന്ത് ചെയ്തു, അവര് അവിടെ ഹോൾഡ് ചെയ്തു. ഇനി ക്യൂവിൽ നിന്ന് വളരെയധികം മടുത്ത സ്ത്രീകളും അതേപോലുള്ളവർ എന്ത് ചെയ്തു, ഷോപ്പിലോട്ട് ഇരച്ചു കയറുകയും അവിടെയുള്ള സാധനങ്ങളൊക്കെ അവർ ലൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട. ഈ ഒരു സന്ദർഭത്തിലാണ് കിങ് എന്ത് ചെയ്തത്, പാരീസിലോട്ട് പട്ടാളക്കാരുടെ അടുത്ത് ഇറങ്ങാനായിട്ട് പറഞ്ഞത്. പക്ഷെ ആ ഒരു ഇടയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ റൂമർ സ്പ്രെഡ് ആവുകയും അവരെന്ത് ചെയ്തത്, ബാസ്റ്റിൽ കോട്ട തകർക്കുന്ന സിറ്റുവേഷനിലോട്ട് വഴിതെളിച്ചതും എന്നുള്ളതും കൂടി ഓർക്കാം. ഇനി കൺട്രി സൈഡിൽ ഇതേപോലുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അതായത് നമ്മളുടെ ലോഡ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അവിടുത്തെ നോബിൾസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇവരുടെ ക്രോപ്സിനെയൊക്കെ കത്തിക്കാനായിട്ട് ഒരു പട്ടാളത്തിന്റെ അല്ലെങ്കിൽ ചെറിയൊരു ആർമി പോലത്തെ സെറ്റപ്പിനെ അയക്കുന്നുണ്ട് എന്നുള്ളൊരു റൂമർ അവരുടെ ഇടയിലും സ്പ്രെഡായി. പേടിച്ച ആൾക്കാർ എന്ത് ചെയ്തു, അവരുടെ ഉള്ള ആയുധം, അവർ സ്ഥിരമായിട്ട് കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന പിച്ച് ഫോർക്കും അതേപോലുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്തു, ഇവരുടെ നമ്മുടെ മാനർ ആണ് അവിടെ ചെറ്റക്സ് എന്നൊക്കെ പറയുന്നത്, നമ്മളുടെ ലോഡ് താമസിക്കുന്ന ചെറിയൊരു കൊട്ടാരം പോലത്തെ, കൊട്ടാരമല്ല അവരുടെ ഒരു അത്യാവശ്യം വലിയൊരു പറമ്പൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ് ചെറ്റക്സ്. അതൊക്കെ എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്ത് തകർത്തു. അവിടെ നിന്നുള്ള ഫുൾ ഹോർഡർ ഗ്രെയിനുകളും സാധനങ്ങളൊക്കെ ലൂട്ട് ചെയ്തു. ഇവരുടെ കടങ്ങളൊക്കെ എഴുതി വെച്ചിരുന്ന രേഖകളും ഇതൊക്കെ എന്ത് ചെയ്തു, അവര് കത്തിച്ച് കളയുകയാണ് ഉണ്ടായത്. ഇനി ലൂയി 16 അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സംഭവം അവിടെ അരങ്ങേറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ലൂയി 16 അവസാനം അംഗീകരിച്ചു കൊടുക്കേണ്ട വന്നു. റെക്കഗ്നൈസ്ഡ്
നാഷണൽ അസംബ്ലി, അവിടുത്തെ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സംഭവമായിട്ട് നാഷണൽ അസംബ്ലി ആർക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട വന്നു? ലൂയി 16 അംഗീകരിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ accepted his powers now unchecked by constitution. ഇനി ഇവരുണ്ടാക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വഴി പുള്ളിക്കാരന്റെ അധികാരം എന്ത് ചെയ്യപ്പെടും? പരിമിതപ്പെടുത്തും, അല്ലെങ്കിൽ പുള്ളിയുടെ അധികാരത്തെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചെക്ക് ചെയ്യപ്പെടും എന്നുള്ളൊരു ഇതും പുള്ളിക്കാരൻ അംഗീകരിച്ചു. അങ്ങനെ 4th August 1789 എന്ത് ചെയ്തു? പാസ്ഡ് ദ ലോ അബോളിഷിംഗ് ഫ്യൂഡൽ സിസ്റ്റം ഓഫ് ഒബ്ലിഗേഷൻ ആൻഡ് ടാക്സസ്. അതായത് ഈ പറഞ്ഞ നോബിൾസിന്റെ ഫ്യൂഡൽ ആയിട്ടുള്ള അവരുടെ കീഴിൽ പണിയെടുക്കുക, അവർക്ക് വേണ്ടി ടാക്സ് കൊടുക്കുക, വേറെ ടാക്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? 4th August 1789 അബോളിഷ് ചെയ്തു. അതേപോലെ തന്നെ ക്ലർജിക്കൊക്കെ ഉണ്ടായിരുന്ന എല്ലാ പ്രിവിലേജസും എടുത്തു കളഞ്ഞു. ചർച്ചിന് കൊടുക്കേണ്ടിയിരുന്ന ടാക്സ്, അതേപോലെ തന്നെ ചർച്ച് ഓൺ ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇവര് പിടിച്ചടക്കുകയും ചെയ്തു. ഓക്കെ, ഇതാണ് അവിടെ നമ്മൾ ഈ ടെന്നീസ് കോർട്ട് ഓത്ത് കഴിഞ്ഞതിന് ശേഷം സിവിയർ വിന്റർ നടക്കുന്നു. ശേഷം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബാസ്റ്റൽ കോട്ടയിലെ തകർച്ച, കൺട്രി സൈഡിലാണെങ്കിൽ ഈ ലോർഡ്സ് അവരുടെ ക്രോപ്സ് തകർക്കുമെന്നുള്ളൊരു റൂമർ അവിടെ സ്പ്രെഡ് ആവുന്നു. ശേഷം അവർ അവിടുത്തെ കോട്ടകൾ തകർക്കുന്നു, അവിടെ നിന്ന് ഹോഡഡ് ഗ്രെയിൻസ് അടിച്ചു മാറ്റുന്നു, മെനോറിയൽ ഡ്യൂസ് അവരുടെ പേരിലുള്ള രേഖകളൊക്കെ കത്തിച്ചു കളയുന്നു. ശേഷം ലൂയി 16 അംഗീകരിക്കേണ്ടി വന്നു നാഷണൽ അസംബ്ലിയെ. കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയുള്ള ഒരു ഭരണം ഇനി നടത്താമെന്നുള്ള അംഗീകാരവും കൊടുത്തു. ശേഷം ഇവരുടെ അവിടെ നടത്തുന്ന എല്ലാ ലോസും, അത് ഫ്യൂഡൽ പ്രിവിലേജസും ക്ലർജിയുടെ എല്ലാ അധികാരങ്ങളും ഒക്കെ എടുത്ത് കളയുകയാണ് ഉണ്ടായത്. ഇനി അവിടെ ആ ഫോം ചെയ്തിട്ടുള്ള ഒരു അസംബ്ലിയുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഓർത്തിരിക്കുക, അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തത് 1791 അതിൻ്റെ ഒരു കരട് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്. ഇനി നമ്മുടെ ആ ഒരു പറഞ്ഞ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ഒരു സിറ്റുവേഷനിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കണ്ടാലറിയാം. ഈ ഒരു പിക്ചർ സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, പാസീവ് സിറ്റിസൺസ്, ആക്റ്റീവ് സിറ്റിസൺസ് എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. പാസീവ് സിറ്റിസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ അവകാശമില്ലാത്ത ടീംസ് ആണ്. അതായത് ഇവിടെ വോട്ട് ചെയ്യണമെങ്കിൽ ഉള്ളൊരു ക്രൈറ്റീരിയ ഒക്കെ പറയുന്നുണ്ട്. 3 ദിവസത്തെ വർക്ക് ചെയ്യുന്ന പൈസയെങ്കിലും ടാക്സ് ആയിട്ട് കൊടുക്കുന്ന ടീംസിന് മാത്രമേ വോട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവർക്കൊന്നും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്. പിന്നെ ആക്റ്റീവ് സിറ്റിസൺസ് ആണ് ഈ പറഞ്ഞ ടാക്സ് അടക്കുന്നവർ. അതിൽ നിന്ന് വോട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഇലക്ടേഴ്സ് ആയി മാറുന്നത്. ഒരു 50,000 ആൾക്കാരോളം വരും. അതിൽ നിന്ന് വോട്ട് ചെയ്തെടുക്കുന്ന ആൾക്കാരാണ് നാഷണൽ അസംബ്ലിയിലോട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. നാഷണൽ അസംബ്ലിയാണ് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഇനി അവിടെ എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ട് ആരുണ്ട്? കിങ് ഉണ്ട്. കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ ആരുണ്ട്? നാഷണൽ അസംബ്ലി ഉണ്ട്. ഇനി വീറ്റോ എന്ന് പറയുന്ന വിലക്കാണ് കേട്ടോ. അതായത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ നാഷണൽ അസംബ്ലി മിനിസ്റ്റേഴ്സും ഈ പറഞ്ഞ നാഷണൽ അസംബ്ലിയിൽ നിന്ന് പോകുന്ന ടീംസാണ്. അവരും കൺട്രോൾ ചെയ്യാനുള്ളതും നാഷണൽ അസംബ്ലിക്കാണ് കൺട്രോളിങ് പവർ ഒക്കെ വരുന്നത്. ഇനി നമ്മുടെ ആക്റ്റീവ് സിറ്റിസൺസ് നേരിട്ട് എടുക്കുന്ന ആൾക്കാരാണ് ജഡ്ജ്, ജുഡീഷ്യറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൊണാർക്കി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷന്റെ മൊത്തത്തിലുള്ളൊരു രൂപം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് പവർ ടു മേക്ക് ലോസ് വെസ്റ്റഡ് വിത്ത് നാഷണൽ അസംബ്ലി, ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ്. ഓൺലി മെൻ അബൌട്ട് 25 years who paid ടാക്സ് ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് 3 days ഓഫ് വേജ് ആക്റ്റീവ് സിറ്റിസൺസ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് തന്നെ റൈറ്റ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു, അതായത് മനുഷ്യനുള്ള ഫ്രീഡത്തിനും, അതായത് പറയുന്ന ഫ്രീഡമാണ് റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഒപ്പീനിയൻ, ഇക്വാളിറ്റി ബിഫോർ ലോ വേർ ഗിവൺ. ഇതൊക്കെ റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺസ് പറഞ്ഞിട്ടാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അവിടെയുള്ള കുറച്ച് ചിഹ്നങ്ങളായിരുന്നു. അതായത് ദ ബ്രോക്കൺ ചെയിൻ, അതായത് സ്ലേവ്സിന് ബിക്കമിങ് ഫ്രീ ആവുന്നതിന് ഒരു ചിഹ്നമായിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു ബ്രോക്കൺ ചെയിൻ കണ്ടിരുന്നത്. ബണ്ടിൽ ഓഫ് റോഡ് ഓഫ് ഫെസസ് എന്ന് പറയുന്നത്, അതായത് കൂട്ടം, അതായത് ഐക്യവത്യം മഹാബലം എന്ന് പറയുന്ന പോലെ. വൺ റോഡ് ക്യാൻ ബി ഈസിലി ബ്രോക്കൺ ബട്ട് നോ എൻറ്റയർ ബണ്ടിൽ, സ്ട്രെങ്ത് ലൈസ് ഇൻ യൂണിറ്റി. യൂണിറ്റി, സ്ട്രെങ്ത് യൂണിറ്റിയിലാണ് എന്ന് പറയുന്നതാണ് ബണ്ടിൽ ഓഫ് റോഡ്സ് ആൻഡ് ഫെസസ്. പിന്നെ ഐ വിത്തിൻ എ ട്രയാങ്കിൾ റേഡിയേറ്റിംഗ് ലൈറ്റ്, എല്ലാം കാണുന്ന ഒരു കണ്ണ് എന്തിനു വേണ്ടിയിട്ടാണ്? നോളജിനെ കാണിക്കുന്നതും. അതേപോലെ തന്നെ റേസ് ഓഫ് സൺ, അതായത് ഇഗ്നോറൻസിന്റെ ഇതിനെ തട്ടിക്കളയുന്ന സൂര്യപ്രകാശമാണ് ലൈറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ണ് എല്ലാം അറിയുന്ന എന്നുള്ളൊരു മീനിങ് കൂടിയാണ്. സ്പെക്ടർ എന്ന് പറയുന്ന റോയൽ പവറിന്റെ അധികാരം കാണിച്ചിരുന്ന ഒരു ഇതാണ്. ഇനി ബ്ലൂ, വൈറ്റ്, റെഡ്, അത് ഫ്രാൻസിന്റെ നാഷണൽ ആയിട്ടുള്ള അവരുടെ ഫ്ലാഗിൽ ഉപയോഗിക്കുന്ന ആ ഒരു കളറാണ് ബ്ലൂ, വൈറ്റ് എന്ന് പറയുന്നത്. ഇനി വിംഗഡ് വുമൺ, നിയമത്തിന്റെ ഒരു ഇതായിട്ട് കാണിച്ചിരിക്കുന്നതാണ്, പേഴ്സൺ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് മാലാഖിയനെ കാണിച്ചിരിക്കുന്നത്. ലോ ടാബ്ലറ്റ്, ലോ ഈസ് സെയിം ഫോർ ഓൾ ആൻഡ് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി റെഡ് ഫ്രിജിയൻ ക്യാപ്പ് എന്ന് പറയുന്നത് സ്ലേവ്സ് ഫ്രീ ആയതിനു ശേഷം വെച്ചിരുന്ന ഒരു ക്യാപ്പാണ്. ഇതൊക്കെ അവിടുത്തെ ആ ഒരു ഫ്രീ ആയതിനു ശേഷം അവര് ആ ഫ്രീഡത്തിനെ കാണിക്കാൻ വേണ്ടി, സിംബലൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് സിമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ നമ്മൾ പകുതി ഭാഗമാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ.
ഇനി നമ്മൾ ഇതിന് ശേഷം നമ്മളുടെ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്ന കാലഘട്ടം, നെപ്പോളിയന്റെ കടന്നുവരവൊക്കെ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അത് നമ്മൾ നമ്മളുടെ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്